എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഇന്ന് പതിവില്ലാണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അത് വെറും കേക്കല്ല, ഒരു സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. എന്ന് വെച്ചാൽ റുബാർബ് എന്ന് പറയും. നമ്മളിവിടെ സ്വീഡനിൽ സ്പ്രിംഗ് ടൈം ആകുമ്പോൾ കണ്ടു തുടങ്ങുന്ന ഒരു സംഭവമാണ്. സ്വീഡിഷുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണിത്. ഇതിന്റെ ഈ സ്റ്റെമ്മില്ലേ, ചുവന്ന കളറിൽ കാണുന്ന ഈ സ്റ്റെമ്മാണ് യൂസ് ചെയ്യണേ. ഇലയൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ വെട്ടി കളയും. അപ്പോൾ ഇതിവിടെ സ്വീഡിഷുകാർ എന്തുണ്ടാക്കിയാലും അതിനകത്തൊക്കെ ചുമ്മാ കൊണ്ടിടുന്ന ഒരു സംഭവമാണ് ഇതുകൊണ്ട് കൂടുതലും അവർ ഈ സ്വീറ്റ് ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പൈ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലിടും, അല്ലെങ്കിൽ ബണ്ണ് കാര്യങ്ങള് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടും. അതുപോലെ കേക്കിലിടും, ജാം ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കും. ഇതിനൊരു ചെറിയൊരു പുളിപ്പുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ഷുഗറും കൂടി ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കേക്കാണ്. അപ്പൊ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഈ റുബാർബ് കൊണ്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് വൈറ്റമിൻ സിയും ഡിയും പൊട്ടാസ്യം ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ടൊരു നല്ല സാധനമാണ്. നമുക്ക് ഇത് വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോ നമുക്ക് എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമുക്ക് കടകളിലൊന്നും ഞാൻ മേടിക്കാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചിട്ട് വന്നതാണ്. അവരുടെ വീട്ടിൽ ഇത് കുറേ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വഴികളിലൊക്കെ നടന്നു പോകുമ്പോൾ പറമ്പിലൊക്കെ ചുമ്മാ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വെച്ചൊരു പൈ ഉണ്ടാക്കാനായിരുന്നു. പിന്നെ എന്റെ പ്ലാനിങ് ഒക്കെ മാറ്റി ഞാൻ കേക്കാക്കി. അപ്പൊ കേക്കിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇത്തിരി തിക്നെസ് ഉള്ള കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ആവി കൊണ്ട് വാടിപ്പോവും. അപ്പോൾ വലിയ തിക്നെസ് എന്തെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ അത് കുക്കായി വന്നോളും. നമുക്കതെടുക്കാം. അപ്പൊ ഏകദേശം 250 ഗ്രാമോളം ഇത് എടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബട്ടർ, ഷുഗർ, ഫ്ലോർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം അത് ഞാൻ ഇത്തിരി കണക്ക് പ്രകാരം തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ കേക്ക് എങ്ങാനും പാളിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് കൃത്യം മെഷർമെൻറ്റുകളൊക്കെ എടുത്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ അത്യാവശ്യമായിട്ടും വേണം. ഷുഗർ ഞാൻ അധികം ഇടാറില്ല കേക്കിലൊക്കെ. നമ്മളിവിടെ ഷുഗർ എപ്പോഴും കുറച്ചാണ് കഴിക്കാറുള്ളത്. എന്നാൽ പോലും ഈ കേക്കിന് ഞാൻ 125 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടൊരു 1 സ്പൂൺ ഷുഗർ നമ്മൾ ടോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അത്രയും ഷുഗർ വേണം. ഇനി അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈദ വേണം. ഇത് മൈദ ഇട്ടിട്ടുള്ള കേക്കാണ്. അപ്പം ഞാൻ ഇവിടെ കിട്ടുന്ന വീറ്റ് മ്യോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതും നമുക്ക് വേണ്ടത് 125 ഗ്രാം വേണം. ഷുഗർ എന്തോരമാണ് എടുത്തത് അത്രയും തന്നെ മൈദയും വേണം. അത് മെഷർ ചെയ്തെടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടർ അല്ലെങ്കിൽ ഓയിലാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു രണ്ടിനെയും കൂടി ഒരു മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാം. അപ്പം ബട്ടർ മാത്രമാണെങ്കിൽ 50 ഗ്രാം ബട്ടർ, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ 50 ഗ്രാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഞാനിത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ ഏകദേശം 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. അത് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വാനില എസൻസ് വേണം. ഇത് നമുക്ക് ടീസ്പൂൺ മതി, ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് നന്നായിട്ട് മതിയാവും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ തന്നെ മതി കേട്ടോ. ഇനി അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ തൈരാണ്, യോഗട്ട്. അപ്പം ഞാനിവിടെ നാച്ചുറൽ യോഗട്ട് ഒരു 3% ഫാറ്റുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് മതി. ഞാനിവിടെ ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു റുബാബ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. തൈര് 2 സ്പൂൺ വേണം, 1 സ്പൂൺ പഞ്ചസാര വേണം, പിന്നെ റുബാബ് നല്ലതുപോലെ അരിഞ്ഞത് വേണം, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പഞ്ചസാര എടുത്തിട്ടുള്ളത് വേണം, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ വേണം, മൈദപ്പൊടി വേണം, വാനില എസൻസ് വേണം, ബട്ടർ വേണം, മുട്ട വേണം. അപ്പോൾ ഇത്രയും വേണ്ടുള്ളൂ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് ഇറങ്ങാം. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. എൻ്റെതൊരു അലൂമിനിയത്തിൻ്റെ ട്രേ ആണ്. ഇത് ഞാൻ ഡിഷ് വാഷറിൽ വെച്ച കാരണം കറുത്തുപോയി. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ട്രേ എടുക്കുക, അതിൽ ബട്ടറൊക്കെ പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമുക്ക് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കുക. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ആദ്യം തന്നെ മുട്ടയിൽ സ്റ്റാർട്ട് ചെയ്യാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഇടുന്നത്. അതിനകത്ത് നമുക്കുള്ള 2 മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ബട്ടർ അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള
തൈര് ഒഴിക്കുക. തൈരും ബട്ടറും എല്ലാം ചേർത്തതിന് ശേഷം ഇനി നമ്മൾ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടി മുഴുവനായിട്ട് അതിനകത്തേക്ക് തന്നെ ഇടുക. ഇനി നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പോവാണ്. നല്ലതുപോലെ ഇത് മിക്സ് ആയതിനു ശേഷം ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവാണ്. അതായത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഇടുന്നുണ്ട്. അപ്പോൾ മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ സ്പാച്ചുല വെച്ച് തന്നെ അത് ഇളക്കുകയാണ്. ഈ സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ടുന്ന വാനില എസൻസും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും ബ്ലെൻഡർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ബ്ലെൻഡർ ഉപയോഗിച്ച് നമ്മൾ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുന്നത് വരെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. അപ്പം ഞാൻ നമ്മുടെ കേക്ക് ട്രേ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ട് ബട്ടറൊക്കെ. ഇനി അതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുകയാണ്. ഈ ബാറ്റർ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ റുബാർബ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതുപോലെ തട്ടുക എന്നുള്ളത്. നമ്മൾ ട്രേയിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എയർ ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ കുറച്ച് നേരം തട്ടണം. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റുബാർബ് ആഡ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, കാരണം ഇത് റുബാർബ് കേക്കാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള റുബാർബ് അതിൻ്റെ ടോപ്പിലേക്ക് ആഡ് ചെയ്യാണ്. മൊത്തം ബാറ്ററിൽ മിക്സായി പോകുന്ന വിധത്തിലല്ല, ടോപ്പിൽ മാത്രമാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഈ റുബാർബിന് ഒരു ചെറിയ പുളിപ്പുണ്ട്, അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. അതിപ്പോൾ നമ്മൾ ജാം ഉണ്ടാക്കുവാണെങ്കിലും പൈ ഉണ്ടാക്കുവാണെങ്കിലും എന്ത് ഉണ്ടാക്കുവാണെങ്കിലും റുബാർബിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുളിപ്പ് വല്ലാതെ നിൽക്കും. ഇനി നമുക്ക് ഓൾറെഡി 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനകത്തേക്ക് നമ്മുടെ കേക്ക് വെക്കാം. ഇനി നമ്മളിത് വെക്കാൻ പോകുന്നത് 180 ഡിഗ്രിയിൽ ഏകദേശം 30 മുതൽ 40 മിനിറ്റിനുള്ളിൽ വരെയാണ് നമ്മൾ നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഡിപ്പെൻഡ്സ് ഓൺ കേക്ക് ട്രേ മാറിക്കൊണ്ടിരിക്കും അത് കുക്കായി വരാൻ എടുക്കുന്ന ടൈം. എനിക്കിപ്പോൾ ഇത് 40 മിനിറ്റോളം എടുത്തു, എന്നാൽ ചിലർക്കിത് 30 മിനിറ്റിലാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കേക്ക് ഇത്രയും നല്ല ഭംഗിയിൽ വരുന്നത്. അത് കണ്ടോ, നിങ്ങളിപ്പോൾ മുകളിൽ നമ്മൾ ആഡ് ചെയ്ത റുബാർബൊക്കെ കുക്കായിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കേക്ക് ട്രേന്ന് നമുക്ക് കേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് അലങ്കാരപ്പണിയും കൂടി ചെയ്യാനുണ്ട്. വലിയ അലങ്കാരപ്പണിയൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ റുബാർബിൻ്റെ ആ ഒരു പുളിപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറുതായിട്ട് ഇച്ചിരി ഷുഗർ പൗഡറും കൂടി ഇതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാതെ ഉള്ളൊരു പുളിപ്പൊക്കെ അങ്ങോട്ട് മാറി കേക്കിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പൗഡേർഡ് ഷുഗറായിട്ട് ഇതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നമ്മുടെ സാധാരണ സ്പോഞ്ച് കേക്കിനകത്ത് നമ്മൾ കുറച്ച് റുബാർബും കൂടി ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് കഴിക്കണേ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മളിത് കഴിക്കുന്നത് വിത്ത് വിപ്പിംഗ് ക്രീമാണ് കഴിക്കുന്നത്, എന്നാലാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ക്രീംനെസ്സും അതുപോലെ തന്നെ ഈ കേക്കിൻ്റെ ആ റുബാർബിൻ്റെ ഒരു പുളിപ്പും മധുരം എല്ലാം കൂടി ആയിട്ടൊരു നല്ല ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വീഡനിൽ നമുക്ക് റുബാർബ് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ പറമ്പിലൊക്കെ ചുമ്മാ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഈ റുബാർബ് അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു സ്വീഡിഷ് ഡിഷാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള മറ്റു കുറച്ച് വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.